പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ, കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ. ദൈവവേദന, മനസ്സ്, ശരീരം, ആരോഗ്യം, അതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കൾ ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും, നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകൾ, പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവർ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ഏറ്റെടുക്കുകയും നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിൻ്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാപുത്രനും അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എല്ലാ കാര്യങ്ങളും പ്രയാസമാണ്. ഒരു കാര്യവും ഭൂമിയിൽ അത്ര ഈസി അല്ല. ദൈവത്തിനനുസരിച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ എല്ലാ കാര്യവും പ്രയാസമുള്ളതാണ്. അത് എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ധനവാന് എന്ത് പ്രയാസമാണെന്നോ അങ്ങനെ വാക്കല്ലേ. മർക്കോസ് 10:24 അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ,
ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ദൈവരാജ്യം പ്രവേശിക്കുക എത്ര പ്രയാസം. അതായത് എത്ര പ്രയാസമെന്ന് പറഞ്ഞില്ലേ, അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ നിന്ന് കർത്താവ് വെളിവാക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണ്? ഒരു കാര്യമല്ല പ്രയാസമായിരിക്കണത്. ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. ഇതാണ് വിഷയം. സുവിശേഷവിഹിതമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, വചനാധിഷ്ഠിതമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. അപ്പം പിന്നെ എന്താ മാർഗം? അതുകൊണ്ട് ഈശോ ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ഒറ്റക്ക് അതിനു വേണ്ടി ശ്രമിക്കേണ്ടെന്ന് ഈശോ പറഞ്ഞത്. കാര്യം ഓൾമോസ്റ്റ് ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. എല്ലാം ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഒറ്റക്ക് ശ്രമിക്കേണ്ടെന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒറ്റക്ക് ശ്രമിക്കണമെന്ന് ഈശോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയാ? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ. യോഹന്നാൻ 15:5. യോഹന്നാൻ 15:5. അത് ഇത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ മർക്കോസിന്റെ 10:24 ലിങ്ക്ഡാണ് ആ വചനം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്താ കാര്യം? മർക്കോസിന്റെ 10:24 പറയുന്നുണ്ട്, ഓൾമോസ്റ്റ് വചനാധിഷ്ഠിത ജീവിതം ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. എല്ലാം പ്രയാസമാണ് ചെയ്യാൻ ഒരാളിന്. പിന്നെ അതിനുള്ള ഈസി ആക്കണതിനാണ് കർത്താവിനെ കൂടി പക്ഷത്താക്കണം. യേശു നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് പൈപ്പ് കണക്ഷന് വേണ്ടി ഓർഡർ ആവുകയും ഒരാഴ്ചക്കുള്ളിൽ തന്നെ പൈപ്പ് കണക്ഷൻ ഇടുകയും 3 ദിവസത്തിനുള്ളിൽ തന്നെ പഞ്ചായത്ത് വെള്ളം ഞങ്ങൾക്ക് ലഭിച്ചു കൊടുക്കുകയും ചെയ്തു. ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബിനി. ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 മെയ് 19 ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ആദ്യം ഉടമ്പടി എടുത്തത്. അവന് 5.5 വയസ്സായിട്ടും ശരിക്കും സംസാരിക്കത്തില്ലായിരുന്നു. 1-2 വാക്കുകളൊക്കെ പറയത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഒരു പെയിനൊക്കെ ശരീരത്തുണ്ടെങ്കിൽ അതൊന്ന് എക്സ്പ്രസ് ചെയ്ത് നമ്മളോട്
പെയിൻ ഉണ്ട് എന്നൊക്കെ പറയാനായിട്ട് അവനറിയില്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഈ മാതാവിൻ്റെ കാശുരൂപവും ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും ഒക്കെ മോനെ കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്ത് ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രകടമായ മാറ്റം, അവന് ശരിക്കും വാക്കുകൾ ജോയിൻ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഇപ്പോൾ എൻ്റെ മകന് നന്നായിട്ട് സംസാരിക്കും. അതുപോലെ തന്നെ അടുത്തതും എൻ്റെ മകന് വേണ്ടി തന്നെയാണ്. അവന് ശക്തമായ തലവേദനയുണ്ടായിരുന്നു. അപ്പം 2 പ്രാവശ്യം അങ്ങനെ തലവേദനയും വൊമിറ്റിങ്ങും വന്നപ്പം ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു മൈഗ്രെയിൻ്റെ ആരംഭമാണ്. ഇനി 3-ാമത് ഒരു പ്രാവശ്യം കൂടെ അവന് ഇങ്ങനെ ഹെഡേക്ക് വരികയാണെങ്കിൽ മൈഗ്രെയിൻ്റെ ടാബ്ലറ്റ് തുടങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. അപ്പം 3-ാമത് ഇതുപോലെ തന്നെ ജൂൺ 1-ാം തീയതി 2022 ജൂൺ 1-ാം തീയതി അവന് ഉച്ച കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശക്തമായ ഈവനിങ്ങിൽ സിവിയറായിട്ടുള്ള ഹെഡേക്കും അതുപോലെ വൊമിറ്റിംഗ് ടെൻഡൻസിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും വിശ്വാസപ്രമാണം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ആ വൊമിറ്റിംഗ് ടെൻഡൻസി മാറുകയും അവൻ്റെ ഹെഡേക്ക് മാറുകയും ചെയ്തു. പിന്നെ ഈ നിമിഷം വരെ 1 വർഷം ആകാറായി അവന് ഹെഡേക്കും അങ്ങനെ മൈഗ്രെയിനൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ മോന് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ശക്തമായ പെയിനായിരുന്നു. അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവന് സർക്കംസിഷൻ ചെയ്യണം. അത് ഇപ്പോൾ കൊറോണയുടെ സമയമായിരുന്നു ആ സമയത്ത്. അപ്പം കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ IP ആയിട്ടൊന്നും അഡ്മിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ കൊറോണയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്ത് സർക്കംസിഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ചൊവ്വാഴ്ച ഞാൻ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിന് ശക്തമായിട്ട് യൂറിൻ പാസ് ചെയ്യുന്നിടത്ത് പെയിൻ വന്നു. അപ്പം ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് ഉടമ്പടി ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് മാതാവ് ഉപ്പിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഉപ്പിന് ഇത്രയും വലിയൊരു അത്ഭുത മഹത്വം ഉണ്ടെന്നുള്ളതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴാണ് ഓർത്തത് കുഞ്ഞിനെ ഞാനപ്പം തന്നെ ഉപ്പെടുത്തിട്ട് ഉടമ്പടി നേർച്ച ദിവസമായ ഉപ്പെടുത്തിട്ട് ഇച്ചിരി വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ കുഞ്ഞിന് യൂറിൻ പാസ് ചെയ്യുന്നിടത്ത് ക്ലീൻ ചെയ്ത് കൊടുത്തു. ആ ക്ലീൻ ചെയ്ത് വിശ്വാസപ്രമാണം ചെയ്യില്ലായിരുന്നു, കുഞ്ഞും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ ക്ലീൻ ചെയ്ത ആ നിമിഷം തന്നെ ആ പെനിസിലുണ്ടായിരുന്ന ആ സ്കിൻ അവൻ്റെ ബാക്കിലേക്ക് മാറുകയും അങ്ങനെ അവന് സർക്കംസിഷൻ ചെയ്യേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ മാതാവിലൂടെ ഈശോ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിന് ഒരു 8 സെൻറ്റ് സ്ഥലം ഭാഗോടമ്പടി വഴി കിട്ടിയായിരുന്നു. അത് റെയിൽവേ ലൈനിൻ്റെ അടുത്തായിരുന്നു ഞാത സ്ഥലം. അപ്പം ഞങ്ങൾക്കൊരു ഭവനം പണിയണമെങ്കിൽ അവിടെ റെയിൽവേയുടെ NOC വേണമായിരുന്നു. അപ്പം റെയിൽവേയുടെ NOC കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. അത് ഭയങ്കര ഒത്തിരി പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ റെയിൽവേയുടെ NOCക്ക് അപ്ലൈ ചെയ്തു. അപ്പം ഞങ്ങളെക്കാട്ടിലും മുന്നേ അപ്ലൈ ചെയ്തവർക്കൊക്കെ 1-2 വർഷമായിട്ടും അപ്ലൈ ചെയ്ത് കിട്ടാത്തവരുണ്ട്. ഞങ്ങൾ റെയിൽവേയുടെ NOCക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു 4-5 മാസം കൊണ്ട് ഞങ്ങൾക്ക് ആ റെയിൽവേയുടെ NOC പെട്ടെന്ന് തന്നെ സാങ്ഷനായി കിട്ടി. ഞങ്ങളുടെ മുന്നേ അപ്ലൈ ചെയ്തവർക്ക് ഇപ്പോഴും സാങ്ഷനായി കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. അങ്ങനെ അവിടെയും സമയച്ചുരുക്കം നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് കഴിഞ്ഞ വർഷം ഡിസംബർ 22-ാം തീയതി 2022 ഡിസംബർ 22-ാം തീയതി ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ശരീരത്തിൻ്റെ റൈറ്റ് സൈഡ് ഫുള്ള് ശക്തമായ മരവിപ്പ് വന്നു. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു പുള്ളി. അങ്ങനെ ഞങ്ങളെ ചേർത്തല KVM ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. KVM ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പം അവിടെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പറഞ്ഞത് കുറേ ഫിസിക്കൽ അസസ്മെൻറ്റ്സ് ഒക്കെ ചെയ്തു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് മിക്കവാറും ബ്രെയിനിൽ ക്ലോട്ടായിരിക്കും, അല്ലെങ്കിൽ ബ്രെയിനിലേക്കുള്ള വെയിനിൽ എന്തെങ്കിലും ബ്ലഡ് സപ്ലൈ സർക്കുലേഷൻ്റെ കുറവുകൊണ്ടായിരിക്കും ബ്രെയിനിലേക്ക്. എന്താണേലും നമുക്ക് ബ്രെയിനിൻ്റെ CT സ്കാൻ എടുത്തു കഴിഞ്ഞിട്ട് ഫർദറായിട്ടുള്ള ഇൻ്റർവെൻഷൻ എന്തെങ്കിലും സർജിക്കൽ പരമായിട്ടോ അല്ലെങ്കിൽ മെഡിസിൻസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് പറഞ്ഞു.
അപ്പം ഹസ്ബൻഡിന് CT സ്കാനിന് കയറ്റി. ആ സമയത്ത് ഉടമ്പടി കാശ് രൂപ ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. ഹസ്ബൻഡ് ആ CT റൂമിൽ കിടന്ന് സ്കാനിങ്ങിൻ്റെ സമയത്ത് ഹസ്ബൻഡിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു കാശ് രൂപം. പുള്ളി ശക്തമായിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാനും സ്കാനിങ് റൂമിൻ്റെ പുറത്തിരുന്ന് ശക്തമായി തന്നെ മാതാവിനോട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. സ്കാനിങ് എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം റിപ്പോർട്ട് വന്നപ്പം അതിലൊരു കുഴപ്പവും ഇല്ല. റിപ്പോർട്ട് വളരെ നോർമലായിരുന്നു. ഡോക്ടറിനും അപ്പം ഭയങ്കരമായൊരിത്, റിപ്പോർട്ട് നോർമലാണല്ലോ, ഡോക്ടർ പറഞ്ഞിരുന്നത് എന്തെങ്കിലും ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അവിടെയും മാതാവിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് അവൾ എങ്ങും യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു വാഹനത്തിലും ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കരമായ വൊമിറ്റിംഗ് ആയിരുന്നു മോൾക്ക്. അത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 3-4 മണിക്കൂർ ബസ് യാത്ര ചെയ്യേണ്ട ഒരു അവസരം വന്നപ്പോൾ ഞാൻ കുഞ്ഞിനെ മാതാവിൻ്റെ ഉടമ്പടി തൈലം നെറ്റിയിൽ തേച്ച് കൊടുത്തു. അതുപോലെ തന്നെ വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി ഉപ്പും തേനും ഒക്കെ കഴിച്ചാണ് കൊണ്ടുപോയത്. ഒരു 3-4 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് അവൾക്ക് വൊമിറ്റിംഗ് ഇല്ല. അതിനുശേഷം ഇതുവരെയും കുഞ്ഞിന് വൊമിറ്റിംഗ് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ 30 വർഷത്തോളം ആയിട്ടുള്ള ടോൺസിലൈറ്റിസ് മാതാവ്, ഞാൻ എന്നും ഉടമ്പടി തൈലം എൻ്റെ തൊണ്ടയിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഈവനിങ്ങിൽ പ്രാർത്ഥനയുടെ സമയത്ത്. അങ്ങനെ എൻ്റെ ടോൺസിലൈറ്റിസ് ഇപ്പോൾ 1 വർഷത്തോളമായിട്ട് ടോൺസിലൈറ്റിസ് ഇല്ല. അതുപോലെ തന്നെ എൻ്റെ മകളുടെ ടോൺസിലൈറ്റിസും ഇപ്പോൾ 1 വർഷത്തോളമായിട്ട് ഇല്ല. അതും മാതാവ് മാറ്റി തന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് റെക്ടൽ ഏരിയയിൽ സിവിയർ ആയിട്ടുള്ള ഇച്ചിങ് ആയിരുന്നു. ഒരു 3-4 മാസമായിട്ട് എന്ത് മരുന്ന് കഴിച്ചാലും എന്ത് അപ്ലൈ ചെയ്തിട്ടൊന്നും മാറുന്നില്ല. അവിടെ കുഞ്ഞ് എന്നെ പറയുന്ന യൂറിൻ പാസ് ചെയ്യുമ്പോഴേക്കും ഇച്ചിങ് എന്ന് വെച്ചാൽ സിവിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുകയില്ല. കൊച്ചിന് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, അവിടുന്ന് ബ്ലഡ് വരെ വരും ചൊറിഞ്ഞ്. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് ആ സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് അതിൻ്റെ തലേദിവസം രാത്രിയിലും സിവിയറായിട്ട് ഇച്ചിങ് ആയിരുന്നു കൊച്ചിന്. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് ഞാൻ അന്ന് മുതൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ ആ ഇച്ചിങ് അന്ന് തൊട്ട് പിന്നെ ഇതുവരെയും കുഞ്ഞിന് അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ റൈറ്റ് ലെഗിൻ്റെ മുട്ടയിൽ ഭയങ്കരമായിട്ടൊരു പപ്പടത്തിൻ്റെയൊക്കെ അത്രയും വലുപ്പത്തിൽ ഇതുണ്ടായിരുന്നു, ചൊറിച്ചിൽ. അതിങ്ങനെ ചൊറിഞ്ഞ് പൊട്ടി ഒരു സ്കിൻ ഇൻഫെക്ഷൻ ആയിരുന്നു. ഒത്തിരി മരുന്ന് ഞങ്ങൾ അപ്ലൈ ചെയ്തായിരുന്നു, എന്നിട്ടും അതൊരു മാറ്റവുമില്ല. അവസാനം ഞാൻ നേർച്ച വസ്തുവായ ഉപ്പ് ഉപയോഗിച്ച് മുട്ടയിൽ കഴുകി എല്ലാ ദിവസവും തന്നെ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഒരു പാട് പോലും ഇല്ലാതെ ആ ഒരു ഇത് മാറ്റി തന്നു മാതാവ്. ഇങ്ങനെ ഇതുപോലെ ഒത്തിരി 100,000 അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് ഈശോയിലൂടെ. അപ്പോൾ മാതാവിനും തിരുക്കുമാരനും ഒരു 100,000 നന്ദി പറയുന്നു. എൻ്റെ പേര് ടിൻറ്റു സന്തോഷ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി അതിരൂപതയിൽ പൊട്ടൻപളവ് എന്ന സ്ഥലത്തു നിന്നും വരുന്നു. 2022 ഡിസംബർ 6-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എനിക്ക് 6 വർഷമായിട്ട് ഭയങ്കര അലർജി ആയിരുന്നു. എൻ്റെ മേലെല്ലാം പുഴു തൊട്ടതുപോലെ തടിച്ച് വീർക്കും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയല്ല, അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുമ്പോൾ തന്നെ എൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു. കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു, ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഓടി നടന്നു, പക്ഷേ എനിക്ക് കുറഞ്ഞില്ല. ഞാനൊരു നേഴ്സായിരുന്നു. അവസാനം ഞാൻ മരുന്ന് മേടിക്കില്ലെന്ന് നിർത്തി അവസാനം സ്വയം ചികിത്സ തുടങ്ങി. സ്റ്റീറോയിഡ് കഴിച്ച് ഞാൻ ഒരു പരുവത്തിലായി. അവസാനം അങ്ങനെയാണ് ഞാൻ എൻ്റെ അനിയത്തി പറഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോകുമ്പം ഭയങ്കര സമാധാനത്തിലാണ് ഞാൻ തിരിച്ചു പോയത്. വീട്ടിൽ ചെന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലവും ഞാൻ നിരന്തരം വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം 6 മാസമായിട്ട് ഞാൻ മെഡിസിനൊന്നും എടുക്കുന്നില്ല, ഒരു കുഴപ്പമില്ല. ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു, നീ ഇനി പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയല്ല, പുറത്തിറങ്ങിയ നിന്റെ കാര്യം പോക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല, മേലെല്ലാം നല്ല ആരോഗ്യവതിയായിട്ട് ഞാൻ ഇരിക്കുന്നു. അതുപോലെ ഞങ്ങൾ താമസിക്കുന്നത് കേരള-കർണാടക ഫോറസ്റ്റിൻ്റെ അടുത്തായിട്ടാണ്. ഭയങ്കര ആനശല്യമൊക്കെയുള്ള സ്ഥലമായിരുന്നു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ടൗണിലേക്ക് ഒരു 10 സെൻറ്റ് സ്ഥലം ഞങ്ങൾ മേടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ വീട് പണിയാനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ലായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് താഴെ സൗകര്യം നോക്കി ഇറങ്ങി പോകുന്നു. അപ്പം ഞങ്ങൾക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, സാമ്പത്തികമില്ല. ഇവിടെ വന്നപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു വീട് വേണം, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, ആകെ 500 രൂപ അക്കൗണ്ടിൽ ഉള്ളത്. അപ്പം അമ്മ ഒരു വീട് തരണം, അമ്മ എടുത്തോ വീട്, ഞങ്ങൾ വാടകയ്ക്ക് അവിടെ താമസിച്ചോളാം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഞാൻ പോയി.
അവിടെ ചെന്ന് ഒരാഴ്ച ആയപ്പോഴത്തേക്കും വീട് പണിക്കുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങി. ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വന്നായിരുന്നു, പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ല, തിരിച്ചു പോയി. അതിനിടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം നല്ല ഇറക്കമായിരുന്നു. എൻ്റെ ചെറിയ കുട്ടിയുണ്ടായിരുന്നു, ഹസ്ബൻഡും ഉണ്ടായിരുന്നു കൂടെ. വണ്ടിയുടെ ബ്രേക്ക് പെട്ടെന്ന് പോയി. ഹസ്ബൻഡ് പറഞ്ഞിട്ട് വണ്ടിയുടെ ബ്രേക്ക് പോയി, എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നിന്ന്. എൻ്റെ കയ്യിൽ എപ്പോഴും ഉടമ്പടി കാശ് രൂപ എപ്പോഴും കയ്യിലുണ്ട്. അമ്മയോട് പറഞ്ഞു, അമ്മ വണ്ടിയുടെ ബ്രേക്ക് പോയല്ലോ, എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് തീർന്നതും എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് വണ്ടി ഇതായി, നല്ല എൻജിൻ പണി എടുത്ത് വണ്ടി എങ്ങനെ പോകുന്നു അതേ അവസ്ഥയിൽ ഞങ്ങൾ സുരക്ഷിതരായിട്ട് ഞങ്ങളെ വീട്ടിലെത്തിച്ചു. അമ്മ ഇപ്പം ശരിക്കും അമ്മ മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹവും സാമീപ്യവും ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് 2 വർഷത്തോളമായിട്ട് വയറിൻ്റെ ഒരു സൈഡിൽ വേദനയും പ്രൈവറ്റ് പാർട്ടിൽ ചെറിയൊരു തടിപ്പും വേദനയും ഉണ്ടായിരുന്നു. ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചു, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും പൂർണ്ണമായിട്ട് മാറുന്നില്ലായിരുന്നു. അവസാനം ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലവും വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. ഞങ്ങൾക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ഇനി അമ്മ മാതാവ് തന്നിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ ഇത്രയും തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ദൈവമഹത്വത്തിന് നന്ദി. ഞാൻ കലൂർ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ മകന് 28 വയസ്സ് മുതൽ കല്യാണം ആലോചിച്ച് തുടങ്ങിയതാണ്. 5 വർഷത്തോളം ഞങ്ങൾ പല M4, ചാവറ, ബത്ലഹേം തുടങ്ങിയതിൽ മാറി മാറി കൊടുത്തു. എന്താണെന്ന് അറിയില്ല. കല്യാണക്കാർ വരും പോവും, എന്ത് തടസ്സമാണെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കൃപാസന മാതാവിനെ കുറിച്ച് അറിഞ്ഞതും ഉടമ്പടി എടുത്തതും. അതിനുശേഷം ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കാനായിലെ കല്യാണം നടത്തിയ മാതാവേ, അങ്ങയുടെ തിരുക്കുമാരനെ ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടണമേ, പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ വന്ന് ഞങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറ്റി കല്യാണം നടത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് കൊണ്ടുപോയ ഓയിലും ഉപ്പും എല്ലാം ഞങ്ങൾ എന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളെല്ലാവരുടെ നെറ്റിയിലും അഭിഷേകം ചെയ്യുമായിരുന്നു. എന്തിനു പറയണു, 1 മാസത്തിന് ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് അതുവരെ പരിചയമില്ലാത്ത ഒരു ബ്രോക്കർ എവിടെന്നോ വിളിച്ചു, നിങ്ങളുടെ മകനെ ഒരു കല്യാണത്തിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. 5 കൊല്ലത്തോളമായിട്ട് 5ഉം 6ഉം 7ഉം ബ്രോക്കർമാർ എന്നും വന്നു പോയിരുന്നതായിരുന്നു. പക്ഷേ ഈ ബ്രോക്കറെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. ഞങ്ങളെ വിളിച്ചു, ഒരു പെൺകുട്ടിയുടെ പടം അയച്ചു തന്നു. അവർ ചെറുക്കൻ്റെ വീട്ടിൽ, പെണ്ണിൻ്റെ വീട്ടിൽ പോയി. അവർക്ക് പോലും ഈ ബ്രോക്കറെ അറിയില്ല, ഞങ്ങളുടെ വീടും കാണിച്ചു കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും ഈ ഗൂഗിൾ മാപ്പ് നോക്കി ഞങ്ങൾ വന്ന് കണ്ടു. ഞങ്ങൾക്കും തൃപ്തിയായി, അവർക്കും തൃപ്തിയായി. 1 മാസം ഉടമ്പടി എടുത്ത് 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ കല്യാണവും നടന്നു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് കല്യാണം നടന്നത്. 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉറപ്പിക്കലും എൻഗേജ്മെൻറ്റും എല്ലാം കഴിഞ്ഞു. സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. ഒരു ക്യാൻസർ രോഗിക്ക്, വളരെ സങ്കടകരമായൊരു ക്യാൻസർ രോഗിക്ക് വേണ്ട ധനസഹായം ഞങ്ങൾ ചെയ്യും. ഇവിടുന്ന് വിടുന്ന ദിനപത്രം, അമ്മയുടെ ദിനപത്രം കൊണ്ട് ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നും കുർബാനയ്ക്ക് പോവായിരുന്നു. പിന്നെ പ്രാർത്ഥിക്കും. അമ്മ മാതാവിനോട് പ്രത്യേകം, കാനായിലെ കല്യാണം നടത്തിയ അമ്മ മാതാവെ ഞങ്ങളെ സഹായിക്കണേ എന്ന് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അതുവരെയുള്ള എല്ലാ തടസ്സങ്ങളും മാറി ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഇത് അമ്മ മാതാവിൻ്റെ, കൃപാസന മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ പേര് LC തോമസ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ കരുവഞ്ചാലിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടി ഒരു സാക്ഷ്യം കിട്ടിയ ഒരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ മകന് ഗൾഫിൽ ഒരു കമ്പനിയിൽ ജോലിയായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് US പോകാനുള്ള ഒരു അവസരം വന്നു. ഈ അവസരം വന്നപ്പോൾ അവനാകെ മൊത്തത്തിൽ പേടിയായിപ്പോയി. കാരണം അങ്ങോട്ടേക്കുള്ള ഇൻ്റർവ്യൂ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായെന്ന് അറിയാവുന്നത് കൊണ്ട്.
അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ ഡാഡിയോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു ഉടമ്പടി എടുക്കണം ഡാഡി, എനിക്ക് ഇച്ചിരി പേടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ്റെ ഡാഡി വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു. ഉടമ്പടി എടുത്തതിലെ നിയോഗം ഈ മോന് വേണ്ടിയായിരുന്നു ഒന്നാമതായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ആ ഉടമ്പടി എടുത്ത് പോയി അവൻ കിട്ടിയ മാതാവിൻ്റെ രൂപവും വിശുദ്ധ തൈലവും ഒക്കെ ഉപയോഗിച്ച് അവൻ ഉടമ്പടിയിൽ